മോർണിംഗ് ഗായ്സ്. അപ്പം ഒന്ന് അടുത്ത ട്രിപ്പ് പോവുകയാണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെയിൻ യാത്ര. ഞങ്ങൾ മുംബൈക്ക് പോവുകയാണ് വീണ്ടും. അപ്പോൾ ഏതിനാന്നൊക്കെ വൈകിയേ പറഞ്ഞുതരാം. അപ്പോൾ ഷൊർണൂരിൽ നിന്നാണ് ട്രെയിൻ. രാവിലെ 7:15, സമയം 6 മണി. ഇറങ്ങാറായി. ഞാൻ റെഡി ചെയ്യുന്നു. അവിടെ നമ്മൊരു മുഖത്ത് സങ്കടമുണ്ട് ഗൈസ്. എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇറങ്ങട്ടെ. വടേന്ന് അല്പം കണ്ടിട്ട് കണ്ണ് തള്ളി പോയപ്പോൾ ഞാൻ അപ്പവും മേടിച്ചു. പിന്നെ അവർ കുറച്ച് സാധനം കൂടെ മേടിച്ചിട്ടേ. ഇനി വൈകി കഴിക്കുമ്പോൾ കാണിക്കാം. ഇപ്പോൾ ഗൈസ് നേരം ഉച്ചയായി. ഞങ്ങൾ ട്രെയിനിൽ കയറി. രാവിലെ കയറി കഴിച്ചു, അങ്ങനെ പോയി കിടന്നുറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരാൾ എൻ്റെ ഫോണും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. ബാഗ് തന്നെ എടുത്തിട്ടില്ല വീട്ടിൽ നിന്ന്, അതിലാണ് ഫോണൊക്കെ. അവസാനം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അമ്മ കണ്ട പോകണമെന്ന് അറിയില്ലല്ലോ. എപ്പോഴും സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അവസാനം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ക്യാൻഡി ക്രഷ് കഴിച്ചുകൊണ്ടിരിക്കുക. 1000 ലെവലിൽ ഞാൻ എത്തിച്ചു, ബാക്കി 51 അമ്മ എത്തിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് വിശക്കണമൊന്നുമില്ല. രാവിലത്തെ ഫുഡ് വൻ ഫ്ലോപ്പായിരുന്നു. കോഴിക്കോട് നിന്ന് ഇഡ്ഡലിയും പിന്നെ എന്താ വെള്ളപ്പം വെച്ചു. വെള്ളപ്പം ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി പിന്നെയും ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കണു. എന്തേ പറയണോ നമുക്ക്? ബാഗ് മറന്നു വെച്ചത് ഇപ്പം സാധ്യത ജൂലിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടാവും. ഈ വീഡിയോ വരുന്നതിന് മുന്നേ തന്നെ ഷോർട്സ് വന്നിട്ടും. ഇപ്പോൾ ഗൈസ് വണ്ടി വീണ്ടും പിടിച്ചിട്ടു. ബിജൂർ പറഞ്ഞ സ്ഥലത്ത് പുറത്തിറങ്ങി കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. AC നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലോണം അറിയുന്നുണ്ട്. നേരെ ഇപ്പോൾ 3 മണിയായി. കുറച്ച് നേരം പോയി കിടന്നുറങ്ങാൻ വിചാരിക്കുന്നു. വണ്ടി എടുത്ത് ഭയങ്കര ക്രോസിംഗ് ആണ്. കൊങ്കൺ റൂട്ട് പോയി കഴിഞ്ഞാൽ അതാ പ്രശ്നം. ഇപ്പം ഒന്ന് വണ്ടി വരുന്നുണ്ടോ അതൊന്ന് നോക്കട്ടെ. ആ ട്രെയിൻ ഇവിടെ എത്തി. ലോക്കോ പൈലറ്റുമാർക്ക് അങ്ങോട്ടും കൂടെ അറിയാൻ തോന്നുന്നു. കുറേ നേരം അങ്ങോട്ട് പറഞ്ഞ് ഹോൺ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. കന്നഡയ്ക്ക് എഴുതിയിരിക്കുന്നത് കർണാടകയിലെ എവിടെയാണ്. നമ്മൾ B3 കോച്ചിലാണ്. ഞാൻ എന്താ ജസ്റ്റ് കൈ കഴുകാൻ വന്നാൽ ഫുഡ് കഴിക്കുന്നു. അമ്മ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വെച്ചു. അമ്മ രാവിലെ നീണ്ടുണ്ടാക്കിയ നൂഡിൽസ് കൈ മാറ്റി ഞാൻ കാണുന്നു. കഴിച്ചോ. നമ്മൾ ബാഗിലാണ് സ്പൂണും ഫോർക്കെല്ലാം മറന്നു വെച്ചത്. കൈ കൊണ്ട് തന്നെ നൂഡിൽസ് കഴിക്കണം. കുഞ്ഞെന്താ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് കഴിക്കുന്നുണ്ട്. ഞാൻ 4 മണിക്ക് നീറ്റുണ്ടാക്കി ചേട്ടാ നൂഡിൽസ്. ഇങ്ങോട്ട് നോക്ക്. ടേസ്റ്റ് കാരണം ടൈം കിട്ടുന്നില്ല. നമ്മളിത് ഗോവ എത്തിയിട്ടോ. ഗോവേൻ്റെ ഡ്രസ്സൊക്കെ കുറേ തൂങ്ങി കിടക്കണേ. നേരെ ഇപ്പോൾ 6 മണി, 1 മണിക്കൂർ ലേറ്റ് വണ്ടി. രാത്രിയായി. ഫുഡ് വാങ്ങി. ഞങ്ങളൊരു ബിരിയാണിയും മേടിച്ചു, ഒരു ദഹി മേടിച്ചു. ലിറ്റിൽ ഫുഡ് ഉണ്ട്. വയറൊക്കെ ആകെ നിറഞ്ഞ് എന്തോ പോലെ ആയിട്ടുണ്ട്. പൻവേല ഇറങ്ങിയിട്ടോ. നേരെ 2 മണി. ട്രെയിൻ ഇതാ പോയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇനി റിട്ടയറിംഗ് റൂം വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ പുറത്ത് റൂം എടുക്കണം. നോക്കട്ടെ. നട്ടപ്പതിലേക്ക് വണ്ടി ഒന്നിക്കൊണ്ട് പനവേൽ കൂടെ നടക്കുന്നു ഗൈസ്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇതായി പെട്ടീൻ്റെ. അപ്പോൾ ഗൈസ് ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരു റൂം എടുത്തേ.
റിട്ടയറിംഗ് റൂം നോക്കിയപ്പോൾ റിട്ടയറിംഗ് റൂം ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ റൂം എടുത്തു. ഇന്ന് 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ റൂം ബുക്ക് ചെയ്ത റൂം 2 മണിക്കേ തുടങ്ങുള്ളൂ. അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷന് തൊട്ടിപ്പുറത്ത് തന്നെ അവിടെ പോയിട്ട് റൂം എടുത്തിട്ട് കടന്നുറങ്ങി. ഇതായിപ്പോൾ നീറ്റേ ഉള്ളൂ. നേരെ ഇപ്പോൾ എത്രയും 10:22 ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് മറ്റേ റൂം പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അമ്മുൻ്റെ സർപ്രൈസ് മൊത്തം പൊളിച്ചു ഗൈസ്. ഇപ്പോൾ ഇവിടെ കിടന്ന് ഓരോന്ന് തപ്പിയിട്ട് തുറന്നിട്ട് ഒക്കെ കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിലിടാം. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ടിപ്പോൾ അമ്മന് ഗിഫ്റ്റ് മേടിച്ചേ. അമ്മനൊരു പെന്ന് മേടിച്ചു, പിന്നെ ഒരു ബുക്ക് മേടിച്ചു, അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ഇതൊക്കെ ഇതിനുള്ളിൽ സെറ്റാക്കി കിട്ടണേ, സർപ്രൈസ് അല്ലേ. അപ്പോൾ മുട്ട പോയി തുറക്കുമ്പോൾ കണ്ടാൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കയറിയ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. നമ്മൾ താമസിക്കുന്ന തന്നെ ഡൈനിങ് ഏരിയയാണ്, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സ്ഥലം. റൂമാവുന്നേ ഉള്ളൂ, അപ്പോൾ പിന്നെ കഴിച്ചിട്ട് വായിച്ചു. പാസ്ത വിത്ത് ഗാർലിക് ബ്രെഡ്, ഒരു നൂഡിൽസ്, ഒരു ചില്ലി ചിക്കൻ. അപ്പോൾ ഞങ്ങളതാ റൂമിൽ കയറിയ കുറച്ച് വേഗം ചെക്ക് ഇൻ വന്നു. 2 മണി എഴുതിയിട്ടുണ്ടായിരുന്നു, 12:15 ആയപ്പോഴും റൂം വന്നു. ഒന്ന് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. കുളിച്ചിട്ടില്ല ഗൈസ്. ഇപ്പോൾ നമ്മളൊരു മോളിലെത്തിയ നമ്മളോട് സാധനങ്ങൾ മേടിക്കാണ്ട്. ഓ, ഇത് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഈ മാളിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അങ്ങോട്ട് വന്നേ. അവിടെ ഫുള്ള് കഴിക്കാനുള്ള സാധനങ്ങളാണ്, ചാട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. വടാപ്പാവും ഒരു സമൂസ ചാട്ടും പറഞ്ഞിട്ട് ഗൈസ് കിട്ടിയിട്ടില്ല. ഗൈസ് അപ്പോൾ ഒരു സമൂസ പൊരി മേടിച്ചത് എവിടെ നിന്ന് വന്നു, സമൂസ ചാട്ട്. ഗൈസ് അപ്പോൾ കൊന്നെ ഡ്രീം കാറിനെ കാണാൻ പോയിട്ടുണ്ട്, റേഞ്ച് റോവർ. നല്ല തിരക്കാണ് കേട്ടോ അതിൻ്റെ ചുറ്റും. നമ്മളിപ്പോൾ മാളിൻ്റെ അകത്താണ്. ഇപ്പോൾ എവിടെയോ ചുറ്റി നടക്കണ്ടേ, അതാ അവിടെ കാണണ്ടേ. അമ്മ ഉണ്ടോ ഐസ്ക്രീമും ഫാൻറ്റിയും, ഏതാ കോമ്പിനേഷൻ ചുമക്കാൻ പറയും. കണ്ടോ കയ്യിൽ ആർട്ടിസ്റ്റിക് വർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഒരു ഐലൈനർ വാങ്ങാൻ പോയ ആളാണ്, ഉരീൻ്റെ തോലുവാൻ ഉണ്ടാക്കി വെച്ചു. ഞാനൊരു ചിക്കൻ 65 റൊട്ടിയും പറഞ്ഞിട്ട്. അങ്ങനെ തീരെ വിശപ്പില്ലാത്തതുകൊണ്ട് ചിക്കൻ 65 റൊട്ടിയും കഴിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല മറ്റേ പോലെ ഐസ്ക്രീം കഴിച്ചു, ഒരു ഫാൻ്റെ തീർത്തു. ഇങ്ങനെയല്ല മറ്റേ പോലെ. ഡേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് 10 മണിയായപ്പോൾ തിരിച്ചു എത്തി. 10 മണി കഴിഞ്ഞു, റൂമിലേക്ക് തിരിച്ചെത്തി. നമ്മൾ താമസിക്കുന്ന സെൻട്രൽ പോയിൻ്റ് പറഞ്ഞിട്ട് നവി മുംബൈയിലാണ്. അപ്പോൾ ഞാൻ റൂമിലേക്ക് പോട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഡേ കുളിക കഴിഞ്ഞു റെഡിയായി. ഇന്ന് ഞാൻ തിരിച്ചു പോവും. അമ്മൂനവിടെ ആക്കാൻ പോയി. അമ്മൂനൊരു ജോലി കിട്ടി മുംബൈയിൽ, എന്നുവെച്ചാൽ 2 മാസം മുംബൈയിൽ, പിന്നെ പൂനെക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വൈകി പറയാം. ഞങ്ങൾ പൂനെക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകാമെന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഡേ അമ്മൂനെ മനസ്സിലാം, റെഡി ചെയ്ത് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ പോകാൻ. എന്തോ കാണാത്ത ദേ എനിക്ക് തന്ന പുതിയ പെണ്ണ് വെച്ചിട്ട് നമ്മൾ നെയ്തിട്ട് പോവാം. ഈ കഴിച്ചിട്ട് പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു ഗൈസ്. അമ്മ ആകെ അലമ്പാക്കി. ഞാൻ അവിടെ എത്തിയിട്ട് തുറന്നു നോക്കുമെന്ന് വിചാരിച്ച്. അമ്മ വഴിക്ക് തന്നെ തുറന്നു നോക്കി. എന്താ ഇതിന് അപ്പം ഇനി താഴെ പോയി കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. അമ്മൂൻ്റെ റൂമൊക്കെ സെറ്റായി. ഞങ്ങൾ ഇന്നലെ പോയിട്ട് ബാഗൊക്കെ വെച്ചല്ലോ. അപ്പോൾ ഇനി ഇറങ്ങട്ടെ. ഉറക്കം മതിയിട്ടില്ല, കണ്ണൊക്കെ ഒരുമാതിരി എനിക്കിനി 1:30 ഫ്ലൈറ്റ്. പ്ലീസ് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട്
ഈ ഒരു കുഞ്ഞു ബാഗിൽ ഇവിടെ കിടക്കുന്ന എല്ലാ സാധനവും അല്ല പ്ലേറ്റ് വരെ അതിനുള്ള കുത്തി കയറ്റാൻ നോക്കുക. ഒരു സിപ്പ് വിടണം. ബാക്കി ഞങ്ങളുടെ പാക്കിങ് കഴിഞ്ഞു. അതിൻ്റെ ബാഗ് ഓൾ സെറ്റ്. അമ്മൂൻ്റെ സ്ഥലത്തെത്തി നമ്മൾ. അവിടെയാണ് അമ്മൂൻ്റെ ഹോസ്പിറ്റല്. അപ്പം ഞാൻ അമ്മൂനോട് ചാറ്റൊക്കെ പറയട്ടെ. അപ്പോൾ ഞാൻ അമ്മൂനോട് യാത്രയൊക്കെ പറഞ്ഞത് എയർപോർട്ടിലേക്ക് പോവാണേ. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. ആ ഡ്രൈവർ ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത സൗണ്ടൊന്നും മര്യാദയ്ക്ക് കേൾക്കില്ല. ആളുടെ സൗണ്ടാണ് കൂടുതൽ കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 1:30 ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് വീണ്ടും മുംബൈ എയർപോർട്ടിലെത്തി. ഒരു ലോഞ്ച് കയറട്ടെ. ഗൈസ് ഉള്ളു ഭാഗം കണ്ടോ നൈസായിട്ടില്ലേ. ചെക്കിൻ ബാഗൊന്നുമില്ല, അതുകൊണ്ട് ചുമ്മാ നടന്ന് കയറി. അത് കൂടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്തിട്ട് അപ്പോൾ നൈസ് ചെക്കിനകത്തായിരുന്നു. നീ ഉള്ളിൽ കയറി. ഇപ്പോൾ 1 മണിക്കൂറുണ്ട്. ഞാൻ ലോഞ്ചിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാം. 1:20 കറക്റ്റ് 1 അവർ ഇത് കഴിയട്ടെ. ഇത് ഉള്ളു ഭാഗം കാണിച്ചിട്ടില്ലോ. എന്തോ പ്രോപ്പർ ഷോപ്പിംഗ് മോൾ ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഇല്ലാത്ത കമ്പനികളുണ്ടാവില്ല. ഇതിലൂടെ എയർപോർട്ടാണ് മുംബൈ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോട്ടെ. കഴിക്കുക. ഇപ്പോൾ മേടിക്കാനൊന്നുമില്ലല്ലോ. സോ ലെറ്റ്സ് ഗോ. 2 കാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പ്രോപ്പർ ഷോപ്പിംഗ് മോൾ പറഞ്ഞതാണ്. ഡിസ്പ്ലേക്ക് കാർ വെച്ച് ടൊയോട്ടയുടെ. അങ്ങനെ അപ്പുറത്തോട്ടും വേറെ കാറുകളുണ്ടാവും. എല്ലാ ഫേമസ് ബ്രാൻഡും കണ്ടതോ. കുക്കളേഴ്സ്, സ്ട്രീറ്റ് ഫുഡ്, ഹെൽത്തി കഴിക്കാനും ഷോപ്പിങ്ങും എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ലോഞ്ചിൽ നിന്ന് ഫുഡ് എടുത്തേ. എന്താ ലോഞ്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ ഫ്ലൈറ്റ് കിടക്കുന്നത് ഇൻഡിഗോ, വിസ്താര, എയർ ഇന്ത്യ. നമ്മുടെ 42 ഇതിനും കുറച്ചും കൂടെ ഇറക്കാറുണ്ട്. അങ്ങോട്ട് നടക്കട്ടെ. സമയമായി 1 മണി 1:20 അപ്ലോഡ് ചെയ്തു. ഇവിടെ കുറേ യൂണീക്ക് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീൻ ട്രാൻസിഷൻ, ആർട്ട് ഓഫ് ന്യൂ ഇന്ത്യ പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണേ. ഒരു മ്യൂസിയം സെറ്റപ്പ്. ഇത് കൊള്ളാലോ. അതിപ്പോൾ മ്യൂസിയം സെറ്റപ്പ്. ഓഡിയോ ബുക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം. സ്കാൻ ചെയ്താൽ നമുക്ക് ഓഡിയോ ബുക്ക് കിട്ടും. എന്താ സംഭവം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എനിക്കെന്തായാലും ടൈമില്ല. ഇവിടെ വേറെ എന്തോ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക. അതാ പറഞ്ഞേ. ഇവിടെ ഒരു നൈസ് വൈബാ. നൈസ്. ഇതാ ഈ ബാക്കിൽ കണ്ടോ, ഇത് താഴ്ത്തി കാണിച്ചു തരാം. എയർപോർട്ട് മ്യൂസിയം ഓഫ് ആർട്ട് പറഞ്ഞിട്ടതാ താഴെ അവിടെ എൻ്റർ ചെയ്യുന്ന വരുന്നത്. ബോർഡിങ് തുടങ്ങി. തിരക്കുണ്ട്. ഇപ്പോൾ ഈ ഫൈലിനുള്ള തിരക്കാണല്ലോ. ഓ ലാസ്റ്റ് പോയി കറ. സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ 26F ആണ്. ഏറെക്കുറെ എല്ലാവരും ബോർഡായി. ഇവിടെ ടൊക്കാലിയും വലിയ പ്രശ്നമൊന്നുമില്ല. പുറത്ത് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. വെതർ അത്യാവശ്യം മോശമൊക്കെ ആയിരുന്നു ഗൈസ്. നല്ല ടർബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്ലെയിൻ ആകെ പോലുക. ഇതുണ്ടോ ഒരു വെള്ള വരവ് വന്ന് എയറിൻ്റെ വന്നു. നമ്മൾ എത്താറായിട്ടോ. പച്ചപ്പൊക്കെ കാണാൻ തുടങ്ങി. ലാൻഡ്സ്കേപ്പ് ഒറ്റയടിക്കാൻ മാറി ആകെ. പുറത്തേക്ക് ഇറങ്ങിട്ടോ. നല്ല മഴക്കാറുണ്ട്. നമുക്ക് ഇവിടുന്ന് ബസ് പിടിച്ച് പോവാം. വീട്ടിലെത്തിയിട്ട് കാണാം. ഇനിയിപ്പോൾ വീഡിയോ എടുക്കൽ നടക്കില്ല. ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ടൊക്കെ പോകേണ്ടില്ല. ഇന്നത്തെ നൈസായിട്ടുണ്ട് കേട്ടോ. നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. വീട്ടിലൊക്കെ മഴ പറഞ്ഞു. അമ്മയെ വിളിച്ചപ്പോൾ പോയോട്ടെ. നടക്കട്ടെ. വേറെ കുറേ അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് നമുക്ക് നടക്കാൻ കഴിയും.